അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് കുവൈറ്റ് പാസ്റ്റർ ജോസ് ജോർജിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിന് ശ്രീ ബെന്നി ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു. ചർച്ചിലെ പുത്രിക സംഘടനാ പ്രതിനിധികൾ, സഭാവിശ്വാസികൾ, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് സെക്രട്ടറി ശ്രീ റോയ് കെ യോഹന്നാൻ, KTMCCയുടെ പ്രതിനിധികൾ, UPFK ജനറൽ കൺവീനർ ഷിബു വി സാം, വിവിധ സഭാവിഭാഗങ്ങളിലെ പാസ്റ്റർമാർ, വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. ചർച്ചിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1974 നമ്മുടെ ചർച്ച് KTMCCയുടെ ബന്ധത്തിൽ നമുക്ക് അപ്രൂവൽ കിട്ടി. ഏകദേശം 52 ഇയേഴ്സ് നമുക്ക് ഈ ദേശത്ത് സഭയായിരിക്കാനിടയായി. കാലാകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ദേശത്ത് വന്ന് ദൈവത്തിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. 10 ദൈവത്തിൻ്റെ ദാസന്മാർ ഇതിനോടകം ഈ ദേശത്ത് വന്ന് വേല ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആദ്യമായി സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാം മുമ്പോട്ട് കടന്നു വരണേ എന്ന് ഓർപ്പിക്കുന്നു. സൺഡേ സ്കൂളിൽ എല്ലാ അധ്യാപകരും മുമ്പോട്ട് കടന്നു വരിക. അതിൽ നിന്ന് ലജി ഫിലിപ്സ് ആശംസകൾ അറിയിക്കും. ഇംഗ്ലീഷ് വർഷിപ്പ് കോർഡിനേറ്റർ കടന്നു വന്നൊരു ഇംഗ്ലീഷ് വർഷിപ്പിന്റെ കോർഡിനേറ്റർ, അതേപോലെ റിഗേല കോർഡിനേറ്ററായിട്ടും സൺഡേ സ്കൂളിന്റെ പ്രിൻസിപ്പാളായിട്ടൊക്കെയും സേവനം അനുഷ്ഠിക്കുന്നതാണല്ലോ. പ്രിയ സഹോദരൻ 2 മിനിറ്റ് ആശംസ പറയാം. അപ്പോൾ Praise the Lord. It's a wonderful day to live for Christ. I thank the Lord for this time. I thank the Lord for Pastor Joshua and family. Pastor Joshua and family has been a blessing to the Sunday school. Pastor has been very supportive to the children ministry. Whatever we say to him, he always responds positively. Pastor has given messages in the Sunday school. Pastor has been a blessing to the Sunday school. I remember once Shalom came to Kuwait to speak some words. She did a very good ministry among the children. I thank God for Pastor George and family. Personally, Pastor George and family has been a blessing to our family. I remember the last time Pastor came to our house. I was speaking to Pastor. I said to Pastor, every person has a gift from God. And what I perceive, the gift which Pastor has is the ministry of the word. Every meeting, which Pastor has ministered, I felt that God has spoken to me. Many times, it happens to many times, like I've suddenly become weak. I'm not able to do anything. But many times when Pastor has spoken the word, that has strengthened me. Family, wherever he goes, use him more powerfully. We will remember Pastor and family in our prayers. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. പ്രിയ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു വാക്യം സങ്കീർത്തനം 18 സങ്കീർത്തനത്തിൻ്റെ 35 വാക്യമാണ്. പ്രത്യേകിച്ച് സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ക്രിസ്തു സൗമ്യത തൻ്റെ ജീവിതത്തിൽ വലിയവനാക്കിയിരിക്കുന്നത്. പല മീറ്റിങ്ങുകളും സൺഡേ ബൈബിൾ സ്റ്റഡീസിനൊക്കെ പാട്ട് പാടുവാനൊക്കെ ദൈവം കുടുംബമായി ഞങ്ങളെ സഹായിച്ചു. അത് കഴിയുമ്പോൾ പലപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ക്ഷീണത്തോടെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ദേവദാസൻ വിളിക്കാറുണ്ട്, അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ നന്നായിട്ട് പാടി. അപ്പോൾ അവർ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ദേവദാസൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഞങ്ങൾക്ക് കുടുംബത്തിനും പ്രത്യേക സാൽമീയ ഏരിയയ്ക്കും വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 4 വർഷമായി കുവൈറ്റ് ഏജ് സഭയുടെ ശുശ്രൂഷനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ജോർജിൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയപ്പ് മീറ്റിങ്ങുകളോടനുബന്ധിച്ച് ആശംസ അറിയിക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. AGMDCയുടെ പ്രെയർ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ വളരെ ചുരുക്കമായിട്ട് പങ്കെടുത്തിരുന്നുള്ളൂ എങ്കിലും ആ പങ്കെടുത്ത മീറ്റിങ്ങൊക്കെ വളരെ അനുഗ്രഹമായി തീർന്നിരുന്നു. അതുപോലെ തന്നെ അബ്ബാസിയ ഏരിയ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി നടത്തുവാൻ കർത്താവ് സഹായിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മീറ്റിങ്ങിന് വേണ്ട നിർദ്ദേശങ്ങളും ആലോചനയും കർത്താവിൻ്റെ ദാസൻ പലപ്പോഴായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു പ്രധാന നിർദ്ദേശമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ഉപയോഗിക്കണമെന്നുള്ളത്. ആ മധ്യസ്ഥ പ്രാർത്ഥന പല കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വളരെ വിടുതലായിരുന്നു, സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നിരുന്നു.
കർത്താവിൻ്റെ ദാസൻ കടന്നു പോകുന്ന സ്ഥാനത്ത് ദൈവം കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അബ്ബാസിയയിൽ ഏരിയ മീറ്റിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട ദേവദാസൻ കുടുംബം, ദൈവസഭ അയക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു. നാം ഇവിടെ ആയിരിക്കുന്നത് ദേവദാസൻ്റെ കുടുംബത്തിൻ്റെ ഫെയർവെൽ അനുവദിച്ചാണല്ലോ. കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടെ ശുശ്രൂഷ ദേവദാസനും കുടുംബത്തിനും മംഗഫ് അബു ഖലീഫ മേബിള ഏരിയ എന്നുള്ള എല്ലാ വിശ്വാസത്തിനും പേരുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ ദേവദാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തതയോടും വളരെ സൗമ്യനായ ഒരു ദേവദാസനാണ് നമ്മുടെ പ്രിയ ജോസ് ജോർജ് പാസ്റ്റർ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോടും ദൈവസഭയോടും ദൈവമക്കളോടും വിശ്വസ്തയോടെ തൻ്റെ ശുശ്രൂഷ ഈ കാലയളവിൽ ചെയ്യുവാൻ പ്രിയ ദേവദാസനെ കുടുംബത്തെ ദൈവം സഹായിച്ചു. ചിലപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ ഇവിടെ ആരാധനയ്ക്ക് വരാതിരിക്കുമ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഉടനെ വിളിച്ചന്വേഷിക്കുകയും മെസ്സേജൊക്കെ അയക്കുകയൊക്കെ ചെയ്യും. എല്ലാ കുടുംബങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. വരുന്ന കാലങ്ങളിൽ ദൈവമാക്കി വെക്കുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തിയെ പ്രയോജനപ്പെടുവാൻ ഒരു ദേവദാസനെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ മംഗഫ് അബു ഖലീഫ മേബിള ഏരിയ എന്നുള്ള എല്ലാ വ്യക്തികളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ കഴിഞ്ഞ 4 വർഷം അദ്ദേഹം ഈ സഭയെ നയിക്കുവാനും സഭയെ നേതൃത്വം കൊടുക്കുവാനൊക്കെ വളരെ എല്ലാ കൃപകളും കർത്താവ് കൊടുത്തു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊയറിന് വേണ്ടുന്ന എല്ലാ ആത്മീയ നിർദ്ദേശങ്ങളും പലപ്പോഴും ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളെ കരുതിയൊക്കെ ചെയ്ത എല്ലാ കൃപകൾക്കും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൽ ഞാൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. തൻ്റെ മുൻപോട്ടുള്ള എല്ലാ വഴികളിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വളരെ വിശ്വസ്തയോടും ഭക്തിയോടും ചെയ്യുവാൻ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്തും വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം എന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ദേവദാസിൻ്റെ സെൻഡ് ഓഫിനോട് അനുബന്ധിച്ച് അടിയനും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ ദേവദാസനും ഇവിടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് തന്ന സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജോസ് പാസ്റ്റർ ഇവിടെ വന്ന നാൾ മുതൽ എനിക്ക് കണ്ട് പരിചയപ്പെടാനൊക്കെ ദൈവം സഹായിച്ചു. ഞാൻ അധിക സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇരുന്നോളാം. ഞാൻ കണ്ടതിൽ ദേവദാസന് ഒരു സൗമ്യതയാണ്. ദേവദാസൻ ദൈവമായ കർത്താവ് തനിക്ക് നൽകിയിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല താലന്തുകളൊക്കെയും ദൈവസന്നിധിയിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ ദേവദാസനെ കഴിഞ്ഞ നാളുകൾ കർത്താവ് സഹായിച്ചുവല്ലോ. ഈ സഭയ്ക്ക് അത് അനുഗ്രഹമായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്താ പറയാ, എനിക്ക് മനസ്സിലായത് ഇനി വരുന്ന നാളുകൾ കർത്താവ് ദൈവമായി കർത്താവ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, അതിൻ്റെതായിട്ടുള്ള ദൈവീയ പ്രവൃത്തികളൊക്കെയും ദൈവാനുഗ്രഹത്തോടെ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് മാത്രം ഞാൻ യോശുവ 1:9 വാക്യം, ദൈവമായ യഹോവ നീ പകർന്നെടുത്തു ഒപ്പം ധൈര്യമുള്ളവനായിരിക്കും. ദേവദാസൻ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ഉറപ്പും ധൈര്യത്തോടെ ഇരുന്ന് ദൈവിക കൃപയോടനുസരിച്ച് ദൈവമായ കർത്താവ് ചെയ്യുവാൻ കൃപ തരട്ടെ, ബലം തരട്ടെ. ദൈവമായ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു അറിയിക്കുന്നു. പ്രിയ ജോസ് പാസ്റ്ററിൻ്റെയും നമ്മുടെ സഭയിൽ കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ സമയങ്ങളിൽ കർത്താവ് പ്രിയ ദേവദാസൻ നമ്മുടെ സഭയ്ക്ക് നൽകി തന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും വലിയൊരു സപ്പോർട്ടുകൾക്കും എല്ലാ കരുതലിനും ഈ സമയം അറിയിക്കുന്നു. കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വിശ്വസ്ത സാക്ഷിയായി വീണ്ടും നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ WMCയുടെയും കമ്മിറ്റിയുടെയും WMC മെമ്പേഴ്സിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. പാസ്റ്റർ കുടുംബം മുന്നോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു.
നടുവിൽ നിൽക്കുവാൻ ദൈവം അയച്ചിട്ട് ദേശത്ത് കടന്നു വരികയും തൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് സമാധാനത്തോടെ നടങ്ങിപ്പോൾ ദൈവാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ബലപ്പെടുത്തിയല്ലോ. നമ്മൾ വളരെ പ്രതികൂലത്തിൻ്റെ കാലങ്ങളിലൂടെയാണ് കടന്നു പോയത്. കൊറോണയുടെയും യുദ്ധത്തിൻ്റെ ആ സമയം ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോകുന്ന സഭകളിൽ മാറാകട്ടെ. അനേകർക്ക് അനുഗ്രഹമായ ദേശത്ത് നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എന്നോട് കൂടി ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. നാമത്തിലെ പറയുകയാണെങ്കിൽ ശാന്ത സ്വഭാവം. അതുപോലെ പറയുകയാണെങ്കിൽ പാസ്റ്ററിന് ഒട്ടേറെ പ്രത്യേകതകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പോലെ പാസ്റ്റർ സ്നേഹിക്കുവാൻ നല്ലൊരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു, അതുപോലെ സ്നേഹബന്ധം, ആത്മീയ ബന്ധം, വ്യക്തിബന്ധം, അങ്ങനെ 3 ത്രിയേക ദൈവം എന്ന് പറയുന്നത് പോലെ ആ 3 ങ്ങളിൽ പാസ്റ്റർ സ്നേഹിക്കുവാൻ നല്ലൊരു വ്യക്തിയുടെ ഉടമയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ സോഷ്യൽ മീഡിയയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാസ്റ്റർ പോകുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യവും എല്ലാം കുടുംബമായി പാസ്റ്റർ ആൻറ്റിക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ലഭിച്ച ശുശ്രൂഷ കാലയളവിൽ അതുപോലെ എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾക്കും കർത്താവിൻ്റെ വേലയിൽ കർത്താവിനോടും കുടുംബത്തോടും ചേർന്ന് പങ്കാളികളാകുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി തന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. കർത്താവിൻ്റെ ദാസൻ വളരെ പ്രോത്സാഹനം നൽകുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഡബ്ല്യുമായിട്ട് പ്രവർത്തിച്ച സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങളും മറ്റു ഓരോ മീറ്റിംഗ് കാര്യങ്ങളിലും പാസ്റ്ററിനോട് ചോദിക്കും വളരെ സൗമ്യതയോടും സ്നേഹത്തോടും സംസാരിപ്പാൻ, പ്രോത്സാഹനം തരുവാൻ, ആത്മീയ കാര്യങ്ങൾക്ക് വളരെ പ്രോത്സാഹനം തരുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകൾ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിച്ചു. പാസ്റ്റർ ആൻറ്റിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. WMCയുടെ ഓരോ മീറ്റിങ്ങും പാസ്റ്ററേജ് വെച്ചാണ് കൂടുതൽ മീറ്റിംഗ് നടന്നത്. കുറച്ച് ദിവസം ചില ഭവനങ്ങളിൽ മാത്രമേ ചില മീറ്റിങ്ങുകൾ നടന്നുള്ളൂ. ബാക്കി മീറ്റിങ്ങുകളെല്ലാം പാസ്റ്ററേജ് വെച്ചാണ് നടന്നത്. ആ സമയങ്ങളിലൊക്കെ പാസ്റ്റർ ആൻറ്റി ഞങ്ങൾ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങളെ കാപ്പിയോ ചായയോ ഒക്കെ തന്ന് ഞങ്ങളെ സൽക്കരിച്ച പാസ്റ്റർ ആൻറ്റി വളരെ സ്നേഹത്തോടെ മീറ്റിങ്ങിന് ശേഷം ഇരുന്ന് എല്ലാവരും പരസ്പരം സംസാരിപ്പാനും സ്നേഹബന്ധം പങ്കിടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കടന്നു വന്ന ആ സമയം മുതൽ ഈ സമയം വരെയും വളരെ സ്നേഹവാൻ പാസ്റ്റർ ആൻറ്റി ദൈവം സഹായിച്ചു. സൗമ്യതയോടെ സംസാരിപ്പാൻ, വളരെ സ്നേഹത്തോടെ ഇടപെടുവാൻ കുടുംബമായി പാസ്റ്ററേയും പാസ്റ്റർ ആൻറ്റിയും ദൈവം പ്രത്യേക കൃപ നൽകി കൊടുത്തു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ പാസ്റ്ററിൻ്റെ ശുശ്രൂഷകളും അതേ ആത്മീയ ശുശ്രൂഷകളും അതേ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ കടന്നു വന്നപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷിപ്പാൻ 3 കുഞ്ഞുങ്ങളോട് കുടുംബമായിട്ട് സന്തോഷിപ്പാൻ കർത്താവ് അവസരങ്ങളെ തന്നു. അതുപോലെ WMC മീറ്റിങ്ങിന് ഒക്കെ ആ 3 കുഞ്ഞുങ്ങളും അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മോളാണ് മൂത്ത കുഞ്ഞ്. അവൾക്ക് ദൈവം വളരെ ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ ആ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ മേലും ദൈവം ധാരാളമായി പകരട്ടെ. അതുപോലെ പാസ്റ്റർ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവ് അനേകർക്ക് ഒരു ആശ്വാസമായി അനുഗ്രഹമായിട്ട് തീരുവാൻ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി വീണ്ടും നിൽപ്പാൻ ദൈവ ഒരു പുത്തൻ അഭിഷേകവും കൃപയും കർത്താവിൻ്റെ ദാസന്മേലും കുടുംബത്തിന്മേലും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്മകളും കർത്താവിൻ്റെ ദാസൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ ദൈവം ദാസൻ്റെ മേലും കർത്താവ് നൽകി കൊടുക്കട്ടെ എന്ന് ഞാനും കുടുംബമായിട്ട് ആശംസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രിയ പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും യാത്രയപ്പ് മീറ്റിങ്ങിൽ കടന്നു വരുവാൻ എനിക്കും ഞങ്ങളുടെ പാസ്റ്റർക്കും കർത്താവായ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
നിങ്ങളൊക്കെ ഈ ആശംസകളിൽ കേട്ടതുപോലെ പാസ്റ്ററെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. എനിക്കും അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എപ്പോഴും നിങ്ങൾ കേട്ടതിൽ കോമൺ ആയിട്ടുള്ളൊരു ഒരു വാക്ക് ശാന്തമായ സ്വഭാവം, സൗമ്യത എന്നൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. ഞാൻ ഈ പാസ്റ്റർ വന്ന ശേഷം മുതൽ ഉള്ള പരിചയത്തിൽ പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒന്നും അതിനോട് കൂടുതലൊന്നും ആഡ് ചെയ്യാനില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്റർക്ക് ആശംസ പറഞ്ഞതാണ്. പാസ്റ്റർക്കും കുടുംബത്തിനും ഒരു പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ആശംസ പറഞ്ഞ് പാസ്റ്ററെ യാത്രയയപ്പ് മീറ്റിങ്ങിൻ്റെ ആശംസ കൊടുത്തതാണ്. പിന്നെ ഞാൻ പാസ്റ്ററോട് അന്ന് പറഞ്ഞു, പാസ്റ്റർക്ക് എന്നായാലും ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച ഉണ്ട് കോട്ടോട്ടത്ത്, ഞങ്ങളുടെ ചർച്ച്. പാസ്റ്റർക്ക് എന്ന് വേണമെങ്കിലും അവിടെ വരാം, ആ വാതിലുകൾ തുറന്ന് ഇട്ടേക്കാണ് എന്ന് അന്ന് ആശരൂപത്തിൽ പകുതി കാര്യമായിട്ടും പറഞ്ഞായിരുന്നു. പാസ്റ്ററുടെ ആ ഒരു സ്നേഹവും ആ സ്വഭാവവും വളരെ ആകർഷിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരമുണ്ട്. പക്ഷേ ചെറിയ ചർച്ച കേട്ടോ, വളരെ ചെറിയ ചർച്ച. വലിയ ചർച്ചും പാഴ്സനേജൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ചർച്ച. അപ്പോൾ പാസ്റ്റർ, എനിക്ക് പറയാനുള്ളത് ഈ 2 മിനിറ്റിൽ പറയാനുള്ളത്, എവിടെ പോയാലും ദൈവം പാസ്റ്റർ ഉപയോഗിക്കും. നിങ്ങളെ ദൈവം വാസ്തവമായി അനുഗ്രഹിക്കും. കുവൈറ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയോട് ചേർന്ന് ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ദൈവം ഒരുക്കിയ വിലപ്പെട്ട നിമിഷങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഭയെ ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്ക് ദൈവത്തിന് സ്തോത്രം. വേദിയിലായിരിക്കുന്ന MS മാത്യു പാസ്റ്റർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബെന്നി ഡാനിയൽ ബ്രദറിന് ദൈവത്തിന് സ്തോത്രം. ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ജോസ് ജോർജ് പാസ്റ്ററുടെ യാത്രയെപ്പോഴുള്ള ബന്ധത്തിൽ ഇങ്ങനെ കൂടാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ കർത്താവിന് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണ് ജോസ് ജോർജ് പാസ്റ്റർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ വളരെ വ്യക്തിപരമായ നല്ലൊരു ആത്മീക ബന്ധമുണ്ട്. അത് സ്ഥാപിപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏത് കാര്യത്തിനും വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നൊരു വ്യക്തിയെന്ന് കാണുമ്പോൾ അദ്ദേഹം എല്ലാം അറിഞ്ഞ് കണ്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം സഹായിച്ചതിനായി അദ്ദേഹം പോകുന്നത് തീർച്ചയായിട്ടും അതിൽ വിഷമമുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടവരാണല്ലോ. പ്രത്യേകിച്ച് പ്രവാസവാസത്തിൽ നമ്മൾ പോകേണ്ടവരാണ്. ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ അയച്ച്, സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കർത്തദാസനെ കുടുംബത്തെ നയിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. കർത്താവിന് വേണ്ടി വളരെ വിനയത്തോടെ സൗമ്യതയോടെ, പ്രത്യേകിച്ച് ഞങ്ങൾ ശുശ്രൂഷകരായിരിക്കുമ്പോൾ വലിയൊരു ബന്ധത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിയത് നല്ല നാളുകളാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും ആ ബന്ധം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ആത്മീക ബന്ധം, സ്തോത്രം, നിത്യതയോളം, കർത്താവിൻ്റെ വരവോളം അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. കർത്താവിൻ്റെ വരവോളം നിലനിൽക്കുന്നൊരു വലിയ ബന്ധം അവിടെ ദൈവം നമുക്ക് നൽകി തന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സയോൺ അസംബ്ലീസ് ഓഫ് ദൈവസഭയുടെ പേരിൽ പ്രിയ ജോസ് ജോർജ് പാസ്റ്റർ കുടുംബത്തിനും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന വേദിയിലായിരിക്കും ദൈവദാസന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ സഭയെ ഒരു തോട്ടത്തിലെ തോട്ടക്കാരൻ എങ്ങനെ സൂക്ഷിക്കുന്നു, ശത്രു വന്ന് കയറാതെ, അതിൽ ഫലങ്ങൾ പഠിച്ചുകൊണ്ട് പോകാതെ, അല്ലെങ്കിൽ മറ്റ് ആവർത്തനങ്ങളൊന്നും വരാതെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന രീതിയിൽ ഒരു കാവൽക്കാരനെ പോലെ പ്രാർത്ഥനയിൽ വിടിവിൽ നിന്നുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ദൈവവചനത്തിൽ കൂടിയും എല്ലാം ദൈവവചനത്തെ ഉറപ്പിച്ച് ഇത്ര അനുഗ്രഹമായ രീതിയിൽ ആദ്യത്തെക്കാട്ടിൽ അവസാനം ഏറ്റവും നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ ഇത്രയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും നല്ല ഒരു യാത്രയയപ്പ് ദേവദാസനാണ് ഈ സഭയെ വെച്ച്, ഈ ഹോളിൽ വെച്ച് നൽകുന്നത്. അതിന് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദേവദാസൻ ഇവിടെ പോയാലും ദൈവം ഇതിനെക്കാട്ടിൽ കൂടുതൽ, ഇപ്പോൾ ബെനിവർ പറഞ്ഞല്ലോ, ഉഴവൂർ സഭയാണ് കിട്ടും. ഉഴവൂർ സഭ ഞാൻ തിരക്കിടത്തോളം നല്ല ഏറിയയും സഭയൊക്കെയാണ്. അവിടെ ദൈവദാസനെ ഏറ്റവും നല്ലതായി എടുത്ത് ഉപയോഗിച്ച അദ്ദേഹത്തിന് വിടുതലിനും ആ സഭയ്ക്ക് പുതിയ വിശ്വാസികൾ കടന്നു വരുവാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ആൻറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത്
ജോൽമോന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു മോനെ കരുതുന്നത് പോലെ കരുതി ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ അനുഗ്രഹപ്പെട്ട 3 പൈതങ്ങളെയാണ് നൽകി കൊടുത്തിരിക്കുന്നത്. അവരെയും ദൈവം സ്വർഗത്തിലെ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ നൽകി ഏറ്റവും മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. താങ്ക് യു ബ്രദർ. തുടർന്ന് CA ഭാരവാഹികൾ മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കും. വീണ്ടും ഒരു പ്രാവശ്യം ഓർമ്മിക്കുന്ന വിശിഷ്ട ദൈവദാസന്മാർ ലീഡ് ചെയ്യുന്ന ബെന്നിജയൻ അങ്ങനെ കടന്ന എല്ലാ സഭാവിശ്വാസികൾ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി ആശംസ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷം 2022 മുതൽ 2026 വരെ CA ആയിട്ട് ചെയ്ത എല്ലാ പ്രോഗ്രാമത്തിൻ്റെയും മുന്നിൽ CA പ്രസിഡന്റ് പ്രിയ പാസ്റ്ററാണ്. ഞങ്ങൾ CA സെക്രട്ടറി കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമാണ്. പക്ഷേ എൻ്റെ താല്പര്യം പറയുന്നത് പ്രിയ ജോസ് ജോർജ് പാസ്റ്ററാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസും മീറ്റിങ്സും സഭയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വിജയത്തിന് ഏറ്റവും വലിയ ഉത്തരവാദി പാസ്റ്റർ തന്നെയാണ്. അതിൻ്റെ പ്രാർത്ഥനയും ബാക്ക് സപ്പോർട്ടും വലുതാണ്. അത് 1-2 വേർഡ്സിലോ അല്ലെ 5 minutes കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകത്തില്ല. അത്ര നല്ലൊരു ദൈവദാസൻ. യങ്സ്റ്റേഴ്സിനെ എങ്ങനെ എൻകറേജ് ചെയ്യണമോ, എങ്ങനെയൊക്കെ അവരെ ഹല്ലേലൂയ ഒരു കരം തന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെന്ന് ഹല്ലേലൂയ നല്ല രീതി അറിയാവുന്ന ദൈവദാസനാണ്. പ്രിയ ദൈവദാസനെ ഞങ്ങൾ CA കമ്മിറ്റിയുടെ പ്രത്യേക നന്ദിയും ആശംസയും പ്രാർത്ഥനയും അറിയിക്കുന്നു. CA കമ്മിറ്റിയായിട്ട് ഞങ്ങൾ നടത്തിയ ബൈബിൾ ക്വിസ്, സ്പെഷ്യൽ മീറ്റിംഗ്, ചർച്ച് പിക്നിക്, വിസിറ്റിംഗ് ഒക്കെ ഞങ്ങൾ പോകുമ്പം നമുക്കിപ്പോൾ 2 വണ്ടിയിലാണ് പോവുക. അതിൽ ബെന്നി ചായനും പ്രിയ ബിജു ചായനും സജിമോൻ അച്ചാനും പാസ്റ്ററിന് ഒരു കോംബോ ഉണ്ട്. കയറി നേരം തൊട്ട് ഞങ്ങൾ ചിരിക്കും. ആ വീടിൻ്റെ എൻട്രൻസ് വരുന്നത് നന്ന് ചിരിപ്പിക്കാനുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നന്നായിട്ട് ചിരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചേർന്ന് ഞങ്ങളൊരു CA യൂത്ത് കൺവെൻഷൻ നടത്തിയായിരുന്നു. അത് ഫസ്റ്റ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യുമ്പം പ്രിയ പാസ്റ്റർ അതിൻ്റെ വേണ്ടി എല്ലാ സപ്പോർട്ടും ആ ദിവസങ്ങൾ നൽകി ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വേലയെന്ന് പറയുന്നത് മഹത്വമൊരു ശുശ്രൂഷയാണ്. ആ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ അവർ ആ കുടുംബം ഒത്തിരി ദൈവദാസന് 3 കുഞ്ഞുങ്ങൾ ദൈവദാനമായിട്ടുള്ളത് ശാലോം, ഹന്ന. 3 പേർക്ക് ചേർന്ന് കൈയ്യടി കൊടുക്കാമോ? എല്ലാവരും ചേർന്ന് ഒരു കൈയടിക്കാമോ? കഴിഞ്ഞ 4 വർഷവും അവർക്ക് ഒരു പാരൻറ്റിൻ്റെ വേണ്ടി എത്ര പരിചരണങ്ങൾ ലഭിച്ചില്ല. കാരണം നമ്മുടെ ദൈവസഭയെ ശുശ്രൂഷിക്കാൻ വന്നതുകൊണ്ട് ആ 3 കുഞ്ഞുങ്ങളും അവർക്ക് ഒത്തിരി അവരെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല മേഖലകൾ കടന്നു പോയപ്പോഴും അവരുടെ പാരൻസ് ഇവിടെയായിരുന്നു. അതുകൊണ്ട് ആ പ്രിയ കുഞ്ഞുങ്ങൾക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പേരും CA കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേക നന്ദി ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം പ്രത്യേക പ്രതിഫലം സ്വർഗത്ത് നൽകി നിങ്ങൾ ബഹുമാനിക്കും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോഴും ചർച്ച് പിക്നിക്കിന് ശാല നോക്കി പോകാറുണ്ട്. പ്രത്യേകിച്ചും ചർച്ച് CA കമ്മിറ്റിയും കമ്മിറ്റി മെമ്പേഴ്സായിട്ട് നമുക്കും പോവാം. ഞങ്ങൾ പോയി ഒത്തിരി അലഞ്ഞിട്ടും നമുക്ക് പലപ്പോഴും ശാലകളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആദ്യ പിക്നിക്ക് ഞങ്ങൾ കുറേ പോയി തോറ്റ് ഞങ്ങൾ മടങ്ങി. ഇനി പിക്നിക്ക് കൂടാൻ ഒരൊറ്റ ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. പിക്നിക് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തു, ശാല കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ പാസ്റ്ററെ കൂടെ വരുന്ന വെച്ചാൽ ഒരു ദിവസം പാസ്റ്റർ ഞാൻ ചുമ്മാതെ വിളിച്ചിട്ട് കൂടെ പോയി. അന്ന് ശാല കിട്ടി. ഓർക്കുന്നുണ്ട് ആ വെള്ളിയാഴ്ച പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, ഇടയനെ കൂട്ടാതെ ഒരിടത്തും പോകല്ലേ എന്ന്. പാസ്റ്റർ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ശാല നോക്കി പോയി പാസ്റ്ററിനെ കൂട്ടാതെ ഒരിടത്തും പോയില്ല കേട്ടോ. എല്ലാ ദിവസവും കൂട്ടിയിട്ടാണ് പോയെ. അൺഫോർച്ചുനേറ്റ്ലി വാറൊക്കെ വന്നത് കൊണ്ടാണ് പിക്നിക് നടത്താൻ കഴിയാതെ പോയത് പാസ്റ്റർ. പക്ഷേ അതുപോലെ തന്നെ പാസ്റ്ററിന് പ്രത്യേക ക്വാളിറ്റി, ഒരു മൊമെന്റ്സ് മിസ് ചെയ്യത്തില്ല. ഫസ്റ്റ് 3 മാസം വെല്ലിച്ചനും ചർച്ച് കമ്മിറ്റിയും വിസ എടുത്ത് കൊണ്ടുപോയപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഇവന്റ് ഇവിടെ ഉണ്ടായിരിക്കും. അത് പിക്നിക് ആകട്ടെ, ഗെറ്റ് ടുഗദർ ആകട്ടെ, അല്ല ഏതെങ്കിലും ഇവന്റ്സ് ഉണ്ടാക്കും. എല്ലാ മൊമെന്റ്സും പാസ്റ്റർ പ്രത്യേകിച്ചും നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അതിൽ പിക്നിക്കൊക്കെ കഴിയുമ്പോൾ തലേ ദിവസം രാത്രി എല്ലാവരും ശാന്തമായിട്ട് ഉറങ്ങിയ ശേഷം നല്ല ഗാവയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗാവയും കജൂറും ഒക്കെ രാത്രി സ്പെഷ്യലായിട്ട് ഇറക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങി, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, പാസ്റ്റർ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. ഞങ്ങൾ CA കമ്മിറ്റിയൊക്കെ ആയിട്ട് പതിയെ ഒഴിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പതിയെ ഡോറൊക്കെ തുറന്ന് നടന്നു വരുന്നു. അത് പാസ്റ്ററാണ്. പാസ്റ്റർ ഞങ്ങൾ വെച്ച് ഗാവയുടെ മണം റൂമിൽ അടിച്ചോ എന്ന് ചോദിച്ചു. പാസ്റ്റർ ഒരു മൊമെന്റ്സ് പോലും മിസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഹല്ലേലൂയ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. സഭാ ഇടയൻ എന്ന് പറയും പല ഇമോഷൻസിലൂടെ കടന്നു പോകും.
ഒരുപക്ഷെ ഒരു വ്യക്തിയെ പോലും പാസ്റ്റർ വേദനിപ്പിക്കുന്ന രീതിയിൽ തീരുമാനം എടുക്കാറില്ല. സങ്കീർണമായ പല ക്വസ്റ്റ്യൻസും പാസ്റ്റർ ഫ്രണ്ടിൽ വരുമ്പം ഒരു എസ് പറഞ്ഞാൽ ഇപ്പുറത്ത് വേദനിക്കും, ഇവിടെ എസ് പറഞ്ഞാൽ അപ്പുറത്ത് വേദനിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പാസ്റ്റർ ഇപ്പം ഭയങ്കര മൗനമായിട്ട് നിൽക്കും. ആ വലിയ മലപോലുള്ള പ്രശ്നം 2 ദിവസം കഴിയുമ്പം ഒന്നുമില്ലാതെ പോയി എന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷം. അത് പാസ്റ്റർ പ്രത്യേക ക്വാളിറ്റിയാണ്. 4 വർഷം സഭയെ ഒരുപോലെ ഐക്യത്തോടു കൂടെ ഒരു വ്യക്തിക്ക് പോലും വേദനിക്കുന്ന തീരുമാനമെടുക്കാതെ അനുഗ്രഹിക്കപ്പെട്ടതിൽ നയിച്ച പ്രിയ ദൈവദാസന് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഒരു കരങ്ങൾ നടിച്ച് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാമോ? മോശയെ അഹറോന് ഊരും താങ്ങിയതുപോലെ പോകുന്ന പുതിയ ആലയത്തിൽ പാസ്റ്ററിന്റെ ശുശ്രൂഷയെ താങ്ങുവാൻ അനേക യങ്സ്റ്റേഴ്സിനെ കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. പാസ്റ്റർ പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കും. ബഹുമാനനായ പാസ്റ്റർ ജോസ് ജോർജിനും കുടുംബത്തിനും AG കുവൈറ്റ് സഭ യാത്രയപ്പ് നൽകുന്ന ഈ അനുഗ്രഹീത സർവീസിൽ എനിക്കും വന്ന് പങ്കെടുക്കാനായിട്ട് കർത്താവ് സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് നയിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ സെക്രട്ടറി പ്രിയ ബെന്നിച്ചായൻ, ബഹുമാനരായ പാസ്റ്റർമാർ പ്രിയ MS മാത്യു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, അതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ റോയ്ച്ചാൻ, എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. യാത്രയപ്പെന്ന് പറയുമ്പോൾ ഒരല്പം പ്രയാസമുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ 4 വർഷം കുവൈറ്റിൽ നമ്മുടെ ചർച്ചിനെ ശുശ്രൂഷ ചെയ്ത അനുഗ്രഹീതനായ ദൈവദാസൻ നമ്മളെ വിട്ടു പോകുക എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മാനസികമായിട്ടൊക്കെ അല്പ പ്രയാസങ്ങൾ ഉള്ള ഒരു സമയമാണ്. എന്നാലും നമ്മുടെയൊക്കെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് ദൈവദാസന്മാരെ പുതുതായിട്ടൊക്കെ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുകയും അവരെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കൊത്തിരി സന്തോഷമാണ്. പാസ്റ്റർമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി പോകുന്നതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഓരോ ട്രാൻസ്ഫറും ഞങ്ങൾക്ക് പുതിയ ബന്ധങ്ങളിലേക്കുള്ള ഒരു എൻട്രൻസാണ്. ഞങ്ങൾ ചെല്ലുന്നിടത്ത് പുതിയ ബന്ധങ്ങളുണ്ടാകുന്നു, പുതിയ പ്രശ്നങ്ങൾ, പുതിയ ശുശ്രൂഷ അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നെ നാട്ടിലാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രയാസമൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. ഡൈനിങ് ടേബിളൊക്കെ ഓരോ ട്രാൻസ്ഫർ കഴിയുമ്പോഴും ഓരോ കാലൊക്കെ ഊരിപ്പോകാറുണ്ട്, അല്ലേ മാത്യു പാസ്റ്ററെ? ഇഷ്ടക്കുറവുള്ളവരാണെങ്കിൽ ആ കയറ്റുന്ന സമയത്ത് തന്നെ കാലൊക്കെ നഷ്ടപ്പെടത്തക്കവണ്ണം ഒരു തെള്ളും ഒരു ഉന്തുമൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ മഹത്വം ഉള്ളതാണ്. ഞാൻ 1991 സഭാ ശുശ്രൂഷയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അന്ന് എനിക്ക് 19 വയസ്സാണ് പ്രായം. ഞാൻ ബൈബിൾ കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൈനിയർ വർക്ക് ചെയ്താണ് എൻ്റെ സഭാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒത്തിരി ദൈവമക്കളെ വ്യക്തിപരമായിട്ട് അറിയാനും സ്നേഹിപ്പാനും ഒക്കെ ഉള്ള അവസരം എന്നെപ്പോലെ തന്നെ ബഹുമാനനായ പാസ്റ്റർ ജോസിനും കുടുംബത്തിനും ദൈവം അത് നൽകിയിട്ടുണ്ട്. ജോസ് പാസ്റ്ററെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വെച്ച് തന്നെ പരിചിതരാണ്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാണ് കുറച്ചുകൂടെ ഊഷ്മളമായ ബന്ധം ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹം വളരെ ശാന്തന, ഒത്തിരി സംസാരിക്കത്തൊന്നുമില്ല, ആവശ്യത്തിന് സംസാരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഒത്തിരി സംസാരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ചിലപ്പം ചിന്തിക്കാറുണ്ട്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവേലയിൽ നമ്മുടെ ആരുടെയും സംസാരങ്ങളല്ല, ദൈവമാണ് എല്ലാത്തിലും പ്രവർത്തിക്കുന്നതെന്നുള്ള ആ തികഞ്ഞ ബോധ്യം, തൻ്റെ സ്വഭാവം നേച്ചർ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഴങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ഒരു സൈലൻസ് ആണ് തൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഒത്തിരി അനുഗ്രഹമാണ്. കഴിഞ്ഞ 4 വർഷം നിങ്ങളെ അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞവരെ ശുശ്രൂഷകന്മാരായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ്. അപ്പോൾ തന്നെ ഇത്രയും പ്രോത്സാഹനം കിട്ടുന്ന ഒരു ശുശ്രൂഷ വേറെ ക്രിസ്തീയ ശുശ്രൂഷയിലില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ മനസ്സാ വാച കർമ്മണ ഒന്നും അറിയാത്ത വിഷയങ്ങളൊക്കെ തന്നെ
ചിലപ്പം വേദനയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ഇന്നത്തെ പുത്തൻ തലമുറ അതുകൊണ്ട് സഭാ ശുശ്രൂഷയിലേക്ക് വരുന്നില്ല. ഞാൻ MDV ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 12 പേരാണ് MDVന് പഠിക്കാനായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തത്. അതിൽ 2 പേര് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുവൈറ്റിൽ. അവർ ജോലിക്കാരായിട്ട് മാറി. 1-2 പേര് മാത്രമേ ഉള്ളൂ സഭാ ശുശ്രൂഷയിലേക്ക് വന്നത്. ബാക്കി എല്ലാവരും പല ജോലിക്ക് പോയവരുണ്ട്, ഭൗതികമായ കാര്യങ്ങളിൽ നീങ്ങിയവരുണ്ട്, ക്രിസ്തീയ ശുശ്രൂഷയിൽ തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങിയവരുണ്ട്. അപ്പോൾ സഭാ ശുശ്രൂഷ അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും കഴിഞ്ഞ 4 വർഷം ദൈവത്തിൻ്റെ സഭ പാസ്റ്റർ ജോസിന് നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ AG കുവൈറ്റ് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. ജോസ് പാസ്റ്റർ പോകുന്നത് ഞങ്ങൾക്കൊരല്പം മാനസികമായ പ്രയാസമുണ്ട്. എന്നാലും പുതിയ ആൾക്കാരൊക്കെ വരുമ്പം പരിചയപ്പെടണം. എന്നാലും പാസ്റ്റർ പോകുന്നിടത്ത് വളരെ അനുഗ്രഹമായിട്ട് ദൈവം തന്നെ വീണ്ടും ഉപയോഗിക്കട്ടെ. തൻ്റെ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥന ജോസ് പാസ്റ്റർക്ക് വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾ പോകുന്നിടത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പസ്റ്റേജിൽ ചർച്ചിൽ പല പ്രാവശ്യം പാസ്റ്റർ വരാനും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ഇടയായി. ഇവിടുത്തെ AG ചർച്ചുകൾ ഒന്നിച്ചുള്ള പല മീറ്റിങ്ങുകളിലും ഒന്നിച്ച് സഹകരിപ്പാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം അനുഗ്രഹമായി കരുതുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും പാസ്റ്റർക്ക് നേരുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല. സഭാ സെക്രട്ടറി കമ്മിറ്റി, റോയ് ബ്രദർ, പാസ്റ്റേഴ്സ്, പ്രത്യേകാൽ ജോസ് പാസ്റ്ററിനെ ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. എൻ്റെ ഇളയ പെങ്ങൾ വിവാഹം കഴിച്ച വീടിനോട് അടുത്ത് തന്നെ, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടുകാർ, ഈ സഭയിൽ കൊണ്ടുവരുന്ന എല്ലാവരും ഞങ്ങളുടെ നാട്ടുകാരാണ്. അതിന് നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്ന് പാസ്റ്ററെ, എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്വയറ്റായിട്ടുള്ള ഒരാളാണ്, വാ തുറക്കണമെങ്കിൽ അല്പം ഇവിടെ കടന്നു വന്ന് ഈ സഭയെ ശുശ്രൂഷിപ്പാനും നല്ല കാര്യങ്ങളൊക്കെയും കേൾപ്പാനൊക്കെയും ദൈവം ഇവിടെ ഇടയായി. ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഏറ്റവും കൂടുതൽ യാത്രയപ്പ് കണ്ടത് ഞാനാണ് കുവൈറ്റിൽ. ദൈവം ധാരാളം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് അസമിസുകളുടെയും എൻ്റെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കിൽ നിന്ന് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഷുബു വീസാം UPFKയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 4 വർഷത്തോളം AG കുവൈറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നയിച്ച പ്രിയ ജോസ് ജോർജ് പാസ്റ്ററിന് യാത്രയപ്പ് നൽകുന്ന മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഭാ സെക്രട്ടറി ബ്രദർ ബെന്നി ദാനിയൽ, സഭയുടെ ട്രഷറർ ബ്രദർ രാജൻ KC, കമ്മിറ്റി അംഗങ്ങൾ, ദൈവദാസന്മാർ, പ്രിയ റോയ് ബ്രദർ, മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ഏറെ സൗമ്യനായി, ഏറെ വിശ്വസ്തയോടെ, ഏറെ ദൈവത്തെ സ്നേഹിച്ച് അസംബ്ലീസ് ഓഫ് കുവൈറ്റ് സഭയ്ക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുകയും ശുശ്രൂഷ നൽകുകയും ദൈവജനത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത ദൈവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ഈ കുവൈറ്റിൽ കടന്നു വന്ന നാൾ മുതൽ പരിചയപ്പെടുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദാസൻ കുടുംബമായി ഈ ദേശത്തായിരുന്നു. കർത്താവ് ഇനി ഏൽപ്പിക്കുന്ന പുതിയ ദൗത്യത്തിലേക്ക് കടന്നുപോയി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അനേകരെ കർത്താവിനെങ്കിലേക്ക് നേടുവാൻ കുടുംബമായി പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. UPFKയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അദ്ദേഹത്തിന് അർപ്പിച്ചുള്ളൂ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. തുടർന്ന് ബ്രദർ റോയ് K. യോഹന്നാൻ NEC സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സഹോദരനെ ക്ഷണിച്ചു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. KTMCയുടെ ഒരു കമ്മിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയപ്പം ഇന്നൊരു സെൻഡ് ഓഫ് ഉണ്ടെന്നുള്ള KTMC കമ്മിറ്റിക്ക് അറിയാം.
പെട്ടെന്ന് എവിടെ പോകണമെന്ന് വെച്ചപ്പോൾ ജോസ് ജോർജ് പാസ്റ്റർ സെൻറ്റ് ഓഫിനാണെന്ന് പറഞ്ഞപ്പോൾ KTMCയുടെ പ്രസിഡൻറ്റ് മനോജ് ബ്രദറും കുഞ്ഞുമോൻ ചാനും ജിനു ആയിരിക്കും 3 പേരും ഒന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ KTMC 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെയും പേരുള്ള യാത്രാമംഗളത്തെ ഒരു നല്ല കരഘോഷത്തോടെ ആദ്യം KTMCയെ അറിയിക്കാനുണ്ട്. താങ്ക് യു. എന്നെയും ഷിബോറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചിലോട്ട് വരുമ്പം ഒരു കുടുംബത്തിലോട്ട് വന്നൊരു പ്രതീതിയാണ്. കാരണം നമ്മൾ ആദ്യം AB നമ്പർ 2 ബിനോയ് ബദറെ, രാജൻ ബദറെ, ബിന്ദു, സിസ്റ്ററെ നമ്മൾ ഇല്ലേ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ചെറിയ തുടക്കമാണ്. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇല്ലേ. ഓക്കെ, അപ്പം ആ ഒരു ആത്മാർത്ഥതയിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്, എൻ്റെ വീട്ടിൽ ഫാദറിന് ഗവൺമെൻറ് ജോലിയാണ്, ദിവസങ്ങളിലെല്ലാം പൈസ ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പൈസ. പക്ഷേ മന്ത് ആകുമ്പോഴത്തേക്ക് പൈസയ്ക്ക് ഒരു ഷോർട്ടേജ് വരുമ്പോൾ അമ്മ പെട്ടെന്ന് ബൈബിളോ റേഷൻ കാർഡോ എടുക്കുമ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചനുണ്ടല്ലോ, വല്യപ്പച്ചനകത്ത് എവിടെയെങ്കിലും ഒരു 10 രൂപയോ 5 രൂപയോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതിനുള്ളിൽ പറക്കുമ്പോൾ ഒരു 20 രൂപയായിരിക്കും. അപ്പോൾ അത് അന്നേരം മന്ത് ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും വല്യപ്പച്ചൻ്റെ പൈസ. അതുവരെ അപ്പൻ്റെ പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ നിൽക്കും. അപ്പോൾ എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് തെലുങ്കു ക്രിസ്ത്യൻ കോൺഗ്രേഷൻ ഒരു മെസ്സേജ് പറഞ്ഞു. അത് ഇംഗ്ലീഷിലുണ്ടാക്കി പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, വെച്ചിട്ട് പാടാം. അപ്പം കഴിഞ്ഞ ആരാധന ഞാൻ വന്നിരിക്കുന്ന ഉടനെ ഒരു നല്ല മെസ്സേജ് ഞാൻ കേട്ടു. അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ശക്തി ലഭിച്ച് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞു തരാമെന്നറിയോ ജോസ് ജോർജ് പാസ്റ്റർ. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ് 40 മിനിറ്റ് പ്രസംഗിക്കാനൊക്കെ തമ്പുരാൻ ശക്തി പകർന്നത്. എങ്കിൽ നമ്മൾ പലരും പറയും പാസ്റ്റർ മിണ്ടാതിരിക്കുക, അങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കുമല്ല. നമ്മളൊരു എബോവ് 50 കഴിഞ്ഞാൽ പഠിക്കേണ്ടത് ശാന്തമായി നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 4 വർഷവും പാസ്റ്റർ ചെയ്യേണ്ട ഏതെങ്കിലും കാര്യം ചെയ്യാതിരുന്നോ? ഒരു കാര്യവും ചെയ്യാതിരുന്നില്ല. പറയേണ്ട ഏതെങ്കിലും കാര്യം പറയാതിരുന്നോ? ഇല്ല. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ കൃത്യതയോട് ജോസ് പാസ്റ്റർ ചെയ്തു എന്നുള്ളത് പാസ്റ്റർമാരെ നമ്മൾ ഉറപ്പല്ലേ, നമ്മളതിന് വിറ്റ്നസ് അല്ലേ? അങ്ങനെ കൊണ്ട് നല്ലൊരു കൈയ്യടി കൊടുത്തേ. പാസ്റ്റർ ശക്തമായിട്ടാണ് പാസ്റ്റർ ചെയ്തത്. പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സർജൻ ബ്രദർ പറഞ്ഞ പോലെ മോശയ്ക്ക് ഹൂരും അവരോരും കരങ്ങളെ ശക്തി പകർന്ന പോലെ എവിടെ പോയാലും തളർന്നു പോകത്തില്ല. ശക്തമായി ദൈവവേല ചെയ്യുവാൻ എല്ലാ കൃപകളും തമ്പുരാൻ പകരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സഹോദര. അടുത്ത ന്യൂ ലൈഫിൽ നിന്ന് ജോയൽ ബദർ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് എളുപ്പം വരണേ. கொஞ்ச காலம் இயேசுவுக்காக கஷ்டப்பாடு சகிப்பதினா இந்த துன்பங்கள் இன்பமாய் மாறும். இயேசுவை நான் பார்க்கும்போது அவர் பாதம் வீழ்ந்து பணிந்து ஆனந்த கண்ணீர் வழியே எந்த நோட்டம் ஜெயத்தோட முடியும். அந்த நாளில் சுகம் தரிப்பேன். எந்த நோட்டம் ജയത്തോട് മുടിയും. അന്ത നാളിൽ സുഖം ധരിപ്പേൻ. ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ജോസ് ജോർജ് പാസ്റ്റർ ഞാൻ പാടിയ പാട്ട് പോലെ കൊഞ്ചകാലം അവർ യേശു കർത്താവിനായിട്ട് കൊടുത്തിരിക്കുക. നമ്മളൊക്കെ പല രീതിയിൽ ഓടുമ്പോൾ അവരുടെ വലിയ ഇടയനായ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമെടുത്ത് എന്നോടുകൂടെ പഠിപ്പീൻ. അവരുടെ യേശു കർത്താവിനായിട്ട് കൊഞ്ചകാലം ഓടുമ്പോൾ അവരുടെ യാത്ര വളരെ സമൃദ്ധിയോടെ ആ നാള് മുടിയും വരെയും ഓട്ടം തീരും വരെയും വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂ ലൈഫ് AG സഭയുടെ എല്ലാ ആശംസകൾ ഈ തരുണത്തിൽ ഞങ്ങൾ കൈമാറുന്നു. സഭയുടെ എല്ലാവിധ പ്രാർത്ഥനകളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബെന്നിച്ചാൻ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പറഞ്ഞൊരു വാക്ക് എനിക്ക് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ജോസ് ജോർജ് പാസ്റ്റർ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഏത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, 4 വർഷം നിങ്ങളുടെ കൂടെ നിന്ന കർത്തൃദാസൻ, ആ കർത്തൃദാസനെ കുറിച്ചുള്ള പെട്ടെന്നുള്ള ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ 4 വർഷത്തെ അദ്ദേഹത്തിന് കൂടെയുള്ള, നിങ്ങളുടെ കൂടെയുള്ള വാസവും പ്രാർത്ഥനയ്ക്കായിട്ട്, നിങ്ങൾ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബങ്ങൾക്കായുള്ള പ്രാർത്ഥന, കുഞ്ഞുങ്ങൾക്കായുള്ള പ്രാർത്ഥന സഭയ്ക്കൊരു കോട്ടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും AG കുവൈറ്റ് സഭയെ
കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കടന്നു വരുന്ന കർത്തൃദാസൻ അനുഗ്രഹമായി ഈ ദേശത്ത് ഫലമുള്ളതായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇരുന്നോളൂ. താങ്ക് യു ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ന്യൂ ലൈഫ് സഭയിലെ ദൈവദാസൻ പാസ്റ്റർ ബ്ലസൻ ജോയി ആശംസ അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ വീഡിയോ പ്രസൻറ്റേഷനാണ്, അതും റെഡിയാക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ബെന്നിച്ചായൻ, വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തദാസന്മാർ, ദൈവ മക്കൾ, വിവിധ ഇടങ്ങളിൽ കടന്നു എല്ലാവരെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് ക്രിസ്തീയ വന്ദനങ്ങളെ, സ്വാഗതത്തെ അറിയിക്കുകയാണ്. പ്രിയ ജോസ് പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും സെൻഡ് ഓഫിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കും സഭയായി ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോസ് പാസ്റ്ററെ ഞങ്ങൾ തമ്മിലുള്ള പരിചയം 2011 മുതലുള്ള പരിചയമാണ് കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ളത്. താൻ ശുശ്രൂഷിച്ച കുണ്ടറ ടൗൺ AG സഭയുടെ ശുശ്രൂഷകനായി ഞാൻ ട്രാൻസ്ഫറായി ചെല്ലുന്ന കാലം മുതൽ, അന്നു മുതൽ തുടങ്ങിയ ആ ബന്ധം ഈ നാട്ടിലും ഈ രാജ്യത്തും ഒരുമിച്ച് ശുശ്രൂഷയിൽ ചുരുങ്ങിയ കാലമാണെങ്കിൽ പോലും ആയിരിക്കാൻ ദൈവം അവസരങ്ങൾ നൽകി. വളരെ സന്തോഷം, വളരെ ഊഷ്മമായ ബന്ധങ്ങൾ, നല്ല ശുശ്രൂഷകൾ ഈ രാജ്യത്ത് ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെയും കുടുംബത്തിൻ്റെയും ഈ സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ ഞങ്ങളും അതിയായി സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം തന്നെ ഒരുക്കുമാറാകട്ടെ. യോശുവയോട് പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കർത്താവ് വായിക്കുന്ന എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ ശക്തിയും ബലവും കൃപയും വിശേഷ അഭിഷേകവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അവസരം നൽകി പ്രിയ ദേവദാസന് നന്ദി പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ന്യൂ ലൈഫ് AG സഭയുടെ ഒരിക്കൽ കൂടെയുള്ള എല്ലാ ആശംസകളും അനുമോദനങ്ങളും കർത്താവിൻ്റെ ദാസൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ്. ബ്രദർ കുരുവിള ചെറിയാൻ KTMCയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ദൈവദാസനെ ക്ഷണിച്ചോളൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇതുപോലെ ജോസ് പാസ്റ്ററിനെ ഒരു സെൻഡ് ഓഫ് ക്രമീകരിച്ചതിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്പുരാൻ എന്നെ അനുവദിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷത്തിൽ പരം ഈ ചർച്ചയുടെ ഈ സഭയുടെ ശുശ്രൂഷകനായിട്ട് പ്രിയ പാസ്റ്റർ ആയിരുന്നല്ലോ. ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് വലിയ പരിചയമില്ലെങ്കിലും കണ്ടു പരിചയം എപ്പോഴും വളരെ സൗഹൃദത്തോടെ കൈകൾ കൊടുത്ത് ഇവരന്വേഷിച്ചിട്ട് പോകുന്ന ഒരു പാസ്റ്ററാണ്. എന്നാൽ പാസ്റ്റർ ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ കടന്നു ചെല്ലുന്നിടത്തും ദൈവത്തിൻ്റെ വലിയതായ കൃപയിൽ തൻ്റെ മാനെ അവിടുന്ന് പരിപാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ KTMCയുടെ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്ററുടെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് ഒരു വാക്ക് പറയുവാൻ തക്കണം ദൈവം നേടിയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്തൃദാസൻ വന്ന ദിവസം മുതൽ ഇന്ന് വരെയും ദൈവനാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ ആയിരിക്കാൻ തക്കണം ദൈവം അവിടെ ഇടയാക്കി ഞങ്ങൾ പലപ്പോഴും മണിക്കൂറുകൾ എന്ന് വേണേൽ പറയാം സംസാരിച്ച് വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അനേക പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഭവനത്തിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് വേണ്ടി എഴുതി നിന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം അവിടെ ഇടയാക്കി. ആ കുടുംബം ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ദേവദാസൻ ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ഇനി എവിടെ പോയാലും മറ്റുള്ളവർക്കൊരു തണുപ്പായി, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി, അനേകരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്തൃദാസനായി പ്രിയ കർത്തൃദാസനും പ്രിയ ആൻറ്റിയും മക്കൾ 3 പേരും എല്ലാവർക്കും ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പാസ്റ്ററിനെ ഞാൻ 2001 ഇവിടെ വന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫെയർവെൽ മീറ്റിംഗ് മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ സഭായോഗത്തിൻ്റെ മധ്യത്തിൽ കർത്തൃദാസൻ്റെ മനസ്സിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫെയർവെൽ മീറ്റിംഗ് കിട്ടുവാൻ തക്കണം ദൈവം ഇടയാക്കി. എവിടെ പോയാലും ദൈവം വളരെയേറെ അനുഗ്രഹിക്കട്ടെ, അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ തക്കോണം ദേവദാസനെ ഉപയോഗിക്കട്ടെ, കുടുംബത്തെ അവിടുന്ന് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നീട്ടുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ദൈവദാസനോടും മറ്റെല്ലാ പ്രിയ വിശ്വാസികളോടൊത്ത് ദൈവത്തെ ആരാധിപ്പാൻ കിട്ടിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ഒരു ബാക്ക് ബോണായി നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തന്ന് ആത്മീയമായിട്ടും അല്ലാതെയും എല്ലാം നല്ല രീതിയിൽ ഈ സഭയ്ക്ക് വേണ്ടി ഒരു 4 വർഷക്കാലം പാസ്റ്ററിൻ്റെ കുടുംബവും ചെയ്ത എല്ലാ പ്രവൃത്തിയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഇനി ആയിരിക്കുന്ന സ്ഥാനങ്ങളിലും ദൈവം പാസ്റ്ററിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ശാന്തനും സൗമ്യനുമായ ഒരു പാസ്റ്ററാണ്. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ട് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്ന പാസ്റ്റർ. അതോടൊപ്പം തന്നെ പാസ്റ്റർമ്മയുടെ കാര്യം പറഞ്ഞാലും അത് തന്നെ. എന്തുകൊണ്ട് പാസ്റ്റർമ്മയും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചിരി പാസ്സാക്കി സുഖമായിരിക്കുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ പാസ്റ്ററും കുടുംബവും അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം അവരാക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു സന്തോഷമായി ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ചെയ്യുവാൻ ദൈവം ധാരാളമായി പാസ്റ്ററിനെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പെരുന്നാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന് പകൽക്കാലം എനിക്കും കല്ലലി പ്രകാരം എഴുന്നേൽപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ ദേവദാസൻ്റെ സെൻഡ് ഓഫിനോടുള്ള മീറ്റിങ്ങിൽ എനിക്കും 2 വാക്ക് പറയുവാൻ അവസരം കിട്ടിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവദാസൻ വന്ന നാൾ മുതൽ ഹല്ലേലൂയ, ആ ദിവസം മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ ഹല്ലേലൂയ സ്തോത്രം കാണുവാനും സഹകരിക്കുവാനൊക്കെ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇത് കുടുംബമായി പറയുകയാണെങ്കിൽ അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം എനിക്ക് പലപ്പോഴും പല തമാശകൾ ഞങ്ങൾ ഒരുമിച്ച് പറയുകയും ഹല്ലേലൂയ ചിരിക്കുകയും കൂടുകയും ഒരുമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു സ്വന്തം സഹോദരനെ പോലെ, അതിലുപരി ഒരു കൂട്ടുകാരനെ പോലെ, അതിലുപരി ഹല്ലേലൂയ നമ്മുടെ പാസ്റ്റർ, അങ്ങനെ എല്ലാ വിധത്തിലും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിപ്പാനും ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങൾക്ക് കൂടുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. സ്തോത്രം. ദേവദാസന കുടുംബവും ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും അതിലുപരിയായി പ്രാർത്ഥന സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം അവരെ ഹല്ലേലൂയ ആക്കുന്ന ഇടങ്ങളിൽ ദൈവം പിന്നെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു ദേവദാസനാണ്. സ്തോത്രം. കടന്നു പോകുന്നതിൽ എനിക്ക് വ്യക്തിപരമായി വിഷമമുണ്ട്. സ്തോത്രമെങ്കിലും ഹല്ലേലൂയ ദൈവം പോകുന്ന ഇടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം ഹല്ലേലൂയ ദൈവം നിങ്ങളെയും കുടുംബമായി ഈ ദേവാസന ഒരുമിച്ച് ഈ ദേശത്ത് ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദിവസം ഇരുന്നോളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്ററിൻ്റെ ഈ യാത്രയോടനുബന്ധിച്ച് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് പാസ്റ്ററുടെ കുടുംബത്തിനും നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ പ്രതിഷ്ഠയ്ക്ക് കുടുംബമായി വന്ന് പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയ പാസ്റ്ററും ആൻറ്റിയും സമയം കണ്ടെത്തി. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഈ സഭയിൽ വന്നതിന് ശേഷം കുടുംബമായിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരിക്കാം എൻ്റെ വീടിൻ്റെ പ്രതിഷ്ഠ. അതിന് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ പാസ്റ്റർ സഭയോട് ചേരുന്നതിന് മുൻപ് തന്നെ എൻ്റെ മക്കളും പാസ്റ്ററിൻ്റെ മക്കളും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. കോഴഞ്ചേരി വെച്ച് നടക്കുന്ന എക്സൽ VBSൻ്റെ ഒരു മെഗാ പ്രോഗ്രാമിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉഴവൂര് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ്. പാസ്റ്റർ നാട്ടിലായിരിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് താഴ്ന്നിരുന്നു. ദൈവനാമത്തിന് മഹത്വം. പ്രത്യേക ഈ ആരാധനയോടനുബന്ധിച്ച് കർത്താദാസനും കുടുംബമായി അതേപോലെ തന്നെ ദൈവമക്കളുമായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ച വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പാസ്റ്റർ ജോർജ് പരിചയപ്പെട്ട നാൾ മുതൽ ഞങ്ങൾക്ക് പരിചയപ്പെട്ട ആ സമയം മുതൽ ഈ സമയം വരെ ദൈവം വലിയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സപ്പോർട്ടീവായി പ്രാർത്ഥന സപ്പോർട്ടീവായിട്ട് ഇരുന്നു. പ്രത്യേക ഞാൻ 2022 പാസ്റ്ററോട് വന്ന് അതിനുശേഷം
ഞാൻ അബ്ബാസിലേക്ക് താമസം മാറി. അതിനുശേഷം ഞാനൊരു വാഹനം എടുത്തു. വാഹനം എടുത്തതിന് ശേഷം ഫസ്റ്റ് പ്രാർത്ഥിപ്പിച്ചത് പാസ്റ്ററിനെ കൊണ്ടാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ആ വാഹനം എനിക്കൊരു അനുഗ്രഹമായിരുന്നു, ദൈവനാമത്തിനൊരു അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, പാസ്റ്റർ പല കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്ന സമയത്തും പ്രാർത്ഥന ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പാസ്റ്ററിൻ്റെ കുടുംബവും പ്രത്യേക ജോലിപരമായ വിഷയങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ വിഷയങ്ങളും ഒക്കെ വന്ന സമയത്ത് പാസ്റ്ററിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വലിയ പ്രാർത്ഥന സപ്പോർട്ടീവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു പാസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തത് സൗമ്യതയാണ്. പാസ്റ്ററിൽ ഞാൻ പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് സൗമ്യത എന്നുള്ളത്. മാത്രമല്ല, ഏതൊരു കാര്യം ഉണ്ടെങ്കിലും പാസ്റ്റർ ഒരു ന്യൂട്രൽ മനോഭാവമായിരുന്നു. നമ്മൾ യെസ്സോ നോയോ പറയാറില്ല. യെസ് പറഞ്ഞാൽ ഒരാൾക്ക് വേദനിക്കും, നോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വേദനിക്കും. അപ്പം പാസ്റ്റർ വെയിറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അതിന് തക്ക സമയമായപ്പോഴത്തേക്ക് ദൈവം നല്ലൊരു മറുപടി കൊടുക്കുന്നു. അപ്രകാരമുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുമുണ്ട്. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾ വരുമ്പോൾ, ജീവിതത്തിന് അനുഭവം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥകൾ വരും. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കും, ഇമോഷണലി നമ്മൾ പ്രതികരിക്കും. അത് നമുക്കത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പാസ്റ്ററിനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഞാൻ പഠിക്കേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മൗനമായിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. തക്ക സമയത്ത് ദൈവം വഴികളെ തുറന്ന് നമ്മളെ മാനിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചൊരു കാര്യം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ ഞാൻ എൻ്റെ ഒരു ഫാദർ ലെവലിലാണ് പാസ്റ്ററിനെ കണ്ടത്. പലപ്പോഴായും പാസ്റ്റർ എന്നെ പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളിൽ ഉപദേശിക്കുകയും നേരായ വഴികളിൽ പാസ്റ്റർ എന്നെ നടത്തുകയും ചെയ്തു. അതുമാത്രമല്ല, അക്സയ്ക്കും ഞങ്ങളുടെ കുടുംബമായി അനുഗ്രഹമായിരുന്നു പാസ്റ്ററും കുടുംബമെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും പോകുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വരാമോ. തുടർന്ന് ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ് മുമ്പോട്ട് കടന്നു വരണമെന്ന് ഓർക്കുന്നു. ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, അതിൽ നിന്ന് ഷിബു ഡാനിയൽ ആശംസകൾ അറിയിക്കുന്നതായിരിക്കും. Praise the Lord. Greetings to one and all in the precious name of the Lord Jesus Christ. For the past 4 years, we have been having the fellowship under the leadership of a pastor, Jose George. Many sermons he has given from this pulpit and many on the Zoom platform. And it was all a blessing to many of us. But now we are here with a mixed emotion of gratitude and sadness as we bid farewell to our Pastor Jose George and family. On behalf of the committee, I stand here to thank the pastor for all his contribution to this church. Thank you, Pastor, for your wonderful job. You led us as a team. You stood as a good shepherd. We are thankful to you as a family what you have done for this church. We will remember that. Especially your short and sweet sermons, your teachings, your guidance was a great support to all of us. Everyone said Pastor was very patient, very calm. But I studied many things from the pastor because all these 4 years I was in the committee and we always had one committee in a month. Many topics used to come in the committee, discussions happen. Sometimes the discussions conflicts come in on making decisions. I've seen Pastor, I've noticed him, I have habit of noticing people, their way of thinking and responding. He stays calm, and that calm means he's listening to everything, he's understanding everything, and I've noticed him, he thinks twice before he speaks, and that is the strength of a pastor. It's a very good quality that before you speak or before you jump, think twice. And he has done that, and that has helped us to run the committee smoothly. Thank you, Pastor, for all the snacks and teas you have. Thank you, Sister, also for that hospitality you have shown to all of us.
And as you return back and start a new phase of your journey, we wish and pray that God help you, strengthen you, and use you in a mighty way. On behalf of the church committee, we pray and bless that God bless your family, your children. And I believe this is a temporary goodbye, because we hope we will meet sometime, somewhere in some part of this earth. If not, we will definitely meet on that beautiful shore which God is preparing for us. Let us continue our Christian life with that hope and faith. God bless you. Thank you. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയം സോറി കൊടുത്തു. ഇത്രത്തോളം സമയം ദിവസത്തിലായിരിക്കാൻ അനേക വിഷയങ്ങളൊക്കെയും പറയുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇനി നമുക്ക് 5 മിനിറ്റാണുള്ളത്. ദൈവദാസനും കുടുംബത്തിനുമുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധനയോട് ചേർന്ന് ഞങ്ങളുടെ സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും ദൈവജനത്തിനും ഞാൻ എൻ്റെ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ആദ്യമായിട്ട് അറിയിക്കുന്നു. ഈ രാജ്യത്ത് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ തന്നെ ഞങ്ങൾക്ക് കടന്നു വരുവാനും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോടൊന്നിച്ച് ആയിരിക്കാനും സന്തോഷിപ്പാനും ഒക്കെയും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൽ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ ഒരവസ്ഥയായിട്ട് ഞാൻ കരുതുന്നു. അനേക ദൈവമക്കളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനകളും കരുതലും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം ഇവിടെ ആയിരുന്ന സമയത്ത് ദൈവം സഹായിച്ചു. എല്ലാവരും ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, കരുതി, ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും വിടുതലും നന്മയുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 പേരും ഇവിടെ കടന്നു വന്നു. അവരെയൊക്കെയും ദൈവം അവരെ എല്ലാവരും കരുതി സ്നേഹിച്ചു. അവർ എപ്പോഴും അവരിങ്ങനെ ഇവിടുത്തെ കാര്യവും ചർച്ചും ആരാധനകളും എല്ലാം അവർക്ക് വളരെ മിസ് ചെയ്യുന്നുണ്ട്. അവർ വളരെ ഭയങ്കര സന്തോഷമായിരുന്നു അവരിവിടെ വന്നത്. അവരെ എല്ലാവരും കരുതിയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. ഇളയ കുഞ്ഞിനാണെങ്കിൽ ഹന്ന ഇവിടെ വന്നാണ് സ്നാനപ്പെട്ടത്. പപ്പ തന്നെ അവളെ സ്നാനപ്പെടുത്തുവാനും ദൈവം മുഖാന്തരം ഒരുക്കി. ഞങ്ങളൊന്നും ചിന്തിച്ചതല്ല. ദൈവം തക്ക സമയത്ത് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ ഈ ദേശത്ത് കരുതിയ ദൈവമക്കൾക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്ന. കുഞ്ഞുങ്ങൾ തൊട്ട് ഞങ്ങളെ പ്രായമായൊരു പേരെ ഞങ്ങളെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിച്ച കൂട്ടുകാരെ പോലെ ഞങ്ങളെ കരുതിയ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി മിസ് ചെയ്യും നിങ്ങളെ. ഞാൻ ഈ യുദ്ധത്തിൻ്റെയൊക്കെ പ്രതിസന്ധി ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് WMCക്ക് കടന്നു വരുവാനൊന്നും പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു. എല്ലാം സഹോദരിമാരൊക്കെയും പാഴ്സനേജിൽ കടന്നു വന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാട്ടുപാടുകയും പ്രബോധനങ്ങളൊക്കെ അതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിച്ച് ചായ കോഫിയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്ന ഒരു സന്ദർഭം വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവരും ഞങ്ങളെ ഒരുപോലെ സ്നേഹിച്ചു. ഞങ്ങളെ ഒരു കുഞ്ഞുങ്ങളെ പോലെ, ഞങ്ങളെ സഹോദരങ്ങളെ പോലെ ഒരു അങ്ങനെ സ്നേഹിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു സഭ ദൈവം ഹല്ലേലൂയ ഈ രാജ്യത്ത് ഞങ്ങൾക്കും ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ മക്കളുടെ അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം തന്നതിനായി നന്ദി പറയുന്നു. എപ്പോഴും എനിക്ക് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. ഞങ്ങളും പോകുന്ന ഇടത്തും നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഫെവറൽ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വളരെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാരായി ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്നത് കടന്നു പോയിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർ MS മാത്യു അവറുകൾ, പാസ്റ്റർ ഷിബു മാത്യു അവറുകൾ, ജോൺ പാസ്റ്റർ, ബ്ലസൻ ജോയ് പാസ്റ്റർ, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകി. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ ശുശ്രൂഷത്തിൽ ഞാൻ ഇന്ന് വൈഫ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു, നന്മയായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രതികരിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തി സൺഡേ സ്കൂള്, CA, WMC, അതുപോലെ മിഷൻ, ഏരിയ പ്രെയർ, ഇംഗ്ലീഷ് വർഷിപ്പ്, എല്ലാ കോർഡിനേറ്റേഴ്സും എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ കുടുംബങ്ങളും വ്യക്തിപരമായിട്ട് എല്ലാവരും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാത്തിനും വളരെ നന്ദി ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്തൊക്കെ എനിക്ക് ആഹാരങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ഓർക്കുന്നു. എല്ലാവരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഒരു പേരും എല്ലാം വിട്ടുപോയാൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ ഞങ്ങളെ കരുതി, ഞങ്ങളെ സ്നേഹിച്ചു. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അതുപോലെ ചർച്ചിൻ്റെ ഓരോ ആക്ടിവിറ്റീസിലും വളരെ സന്തോഷത്തോടെ പ്രവർത്തിപ്പാനൊക്കെ ദൈവാവസരങ്ങളെ നൽകി. അതെല്ലാം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതൊക്കെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാനും മിസ് ചെയ്യാനൊക്കെ ഇടയായിത്തീരും. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ നമ്മൾ അന്യോന്യം കരുതുകയും പ്രാർത്ഥിക്കുകയും ഓർക്കുമ്പോഴാണ് ആ ഒരു മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം സഭ അടികളോടെ കാണിച്ച എല്ലാറ്റിനും വളരെ നന്ദി അറിയിക്കുന്നു. ചർച്ച് കമ്മിറ്റി ഇവിടെ ഇന്ന് ഈ മീറ്റിങ്ങിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സെക്രട്ടറി പ്രിയ ബെന്നിച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ട്രഷറർ പ്രിയ രാൻചാന്, കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് കമ്മിറ്റിയിലും മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനമെടുത്ത് സന്തോഷത്തോടെ പോകുവാൻ ഈ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ സമയത്തിൻ്റെ കുറവുകളും ഞാനൊരു വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും അന്യോന്യം ഓർക്കുവാൻ, നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ, ദൈവം നമ്മെ സഹായിക്കുവാൻ. ഇപ്പോൾ കർത്താവിൻ്റെ വിലയേറിയ 3 ദൈവദാസൻ മുമ്പോട്ട് വരികയും MS മാത്യു പാസ്റ്റർ 1 മിനിറ്റ് ആശംസ പറയുകയും പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവദാസന്മാരെല്ലാം മുമ്പോട്ട് കടന്നുകൊണ്ടെന്ന് ഓർക്കും. ആമേൻ. ബഹുമാന്യ ദേവദാസൻ പ്രിയ ജോസ് പാസ്റ്ററുടെ സൺഡേ മീറ്റിങ്ങിനുള്ള ബന്ധത്തിലടിയങ്ങൾക്കും കുടുംബമായി കടന്നു വന്ന മീറ്റിംഗ് സംബന്ധിപ്പാൻ സർവശക്തനായ ദൈവമൊരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ബഹുമാന്യ ഈ സഭാ സെക്രട്ടറി ബെന്നിച്ചായൻ, അനുഗ്രഹിക്കപ്പെട്ട സഭാ കമ്മിറ്റി, സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും, വിശേഷാൽ ബഹുമാന്യ ദേവദാസന്മാർ ജോൺ പാസ്റ്റർ, ബ്ലസൻ ജോയ് പാസ്റ്റർ, ഒന്നിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവമൊരുക്കിയ കൃപകൾക്കായി ഞാൻ നന്ദി പറയുകയാണ്. പ്രിയ ജോസ് പാസ്റ്ററുടെ നാട്ടിലുള്ള സമയത്ത് ജോസ് പാസ്റ്റർ എന്നറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പേഴ്സണലായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആമേൻ ഈ 5 ദൈവദാസന്മാരിൽ കൂടുതൽ ഇതിനടുത്തേക്കുന്ന ദൈവദാസനോട് കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അബ്ബാസിയെ താമസിക്കുന്നു, ഞാൻ അബ്ബാസിയെ താമസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും ആമേൻ ഒന്ന് നടക്കുന്ന സ്വഭാവമുണ്ട്. ഒന്ന് ഞാൻ ദേവദാസനെ വിളിക്കും, അല്ലെങ്കിൽ ദേവദാസൻ എന്നെ വിളിക്കും. ഞങ്ങളൊന്നിച്ച് ഒരു പോയിന്റിൽ വന്നിട്ട്
ആമേൻ ഒരു അരമുക്കാൽ മണിക്കൂർ നടന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തി പിരിയാറുണ്ട്. അങ്ങനെ കഴിഞ്ഞൊരു വർഷം നല്ലൊരു ബന്ധം പ്രിയ ദിവദാസനുമായിട്ട് ഞങ്ങൾക്കുണ്ട്. പ്രൊഫസർ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ദിവദാസൻ പോകുന്നത് എനിക്കൊരു നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജോസ് തോമസ് പാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പ്രൈസ്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ വഴികാട്ടി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വഴികാട്ടി അദ്ദേഹമായിരുന്നു. കാര്യം എനിക്ക് ഇവിടെ ഒന്നും അറിയില്ലായിരുന്നു. ജോസ് പാസ്റ്ററെ കുറിച്ച് അറിയുമായിരുന്നു. അദ്ദേഹത്തോട് കൂടെ നടന്നാണ് പല വഴികളും പല കാര്യങ്ങളും ഞാൻ പഠിച്ചത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ സുസൻ സിസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ കുടുംബമായി വന്ന അതേ സമയം തന്നെയാണ് അദ്ദേഹം സിസ്റ്റർ ഇവിടെ വരുന്നത്. അങ്ങനെ കഴിഞ്ഞൊരു വർഷമായി ഞങ്ങൾക്ക് കുടുംബമായും പ്രിയ സിസ്റ്ററുമായിട്ടും ഒന്നിച്ച സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസിൽ അനുഗ്രഹിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയിട്ടുണ്ടല്ലോ പ്രിയ പൈതൽ ശാലു എക്സമോള് എന്നമോള്. പ്രൈസല്ല പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മണ്ഡലങ്ങളെ ഒരുക്കി ദൈവം മാനിക്കട്ടെ. പ്രൈസല്ല കടന്നു പോകുന്ന മണ്ഡലത്തിലും അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷകൾ ചെയ്തെടുക്കുവാൻ. പ്രൈസല്ല ഞാൻ ഏകദേശം 9 വർഷത്തോളം പാലായിലുണ്ടായിരുന്നു. പാലായിലെ സമീപ സ്ഥലമാണ് ഉഴവൂര്. പ്രൈസല്ല ഒരു വേദഭാഗം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 57-58 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ഈ ദേശത്തെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവസഭ ദൈവദാസന് കൈത്താങ്ങലായിരുന്നു. സഭാ കമ്മിറ്റി ദൈവദാസന് കൈത്താങ്ങലായിരുന്നു. എന്നാൽ അതൊരുപരിയായി പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയുടെ എല്ലാ മണ്ഡലങ്ങളിലും സുഖദുഃഖ സമ്മിശ്ര അനുഭവങ്ങളിൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തുടർന്ന് പ്രൈസ് ദി ലോർഡ് പൗലോസ് സഹോദരന്മാരെ ഉറപ്പിക്കുന്നൊരു ശബ്ദമാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൻ. തുടർന്ന് കർത്താവ് അയക്കുന്ന മണ്ഡലത്തിൽ ശക്തമായി ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിരുന്ന് അനുഗ്രഹത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ശക്തമായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ കർത്താവ് ഇത്ര നാൾ ആഗ്രഹിക്കും. അത്രയും നാളും സർവശക്തനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ സൂക്ഷിക്കുന്ന ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെയും സഭാ കമ്മിറ്റിയുടെയും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവിടെ 2 ലൈൻ പാടുന്നതായിരിക്കും. ഹല്ലേലൂയ. ദേവദാസന്മാരും ദയവായി പ്രൈസ് ദി ലോർഡ് മുമ്പോട്ട് വന്നിട്ട് ആമേൻ. സഭയിലുള്ള എൽഡേഴ്സ് എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ മുമ്പോട്ട് വന്നിട്ട് എല്ലാ ഹലോ നമുക്കൊന്നിച്ചാണ് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവം നിങ്ങളുടെ വാലം കരങ്ങൾ ദേവദാസൻ്റെ ദേവദാസിയുടെ നേരെ നീട്ടി എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് കർത്താവിന് മഹുതം 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 മഹുതം
കരുണാസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോസ് പാസ്റ്റർക്കായി ശുശ്രൂഷനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷം കർത്താവേ കുവൈറ്റ് ഏജിയുടെ ശുശ്രൂഷകനായി ദൈവവിദേശത്തേക്ക് അയച്ചു. കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയെ ദേശത്തിന് നടുവിൽ ദൈവം മാനിച്ചു. ദൈവസഭ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി കൈത്താങ്ങലായി കൂടെ നിന്നു. കർത്താവ് ഇത്രത്തോളം നിങ്ങളുടെ ശുശ്രൂഷയെ മാനിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. വീണു പോകാതെ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾ കൊണ്ടും താങ്ങി പരിശുദ്ധാത്മാവിൻ്റെ നിയമത്തിലും നിറവിലും ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആത്മനിറവോടെ ദൈവസഭയെ ശുശ്രൂഷിക്കാനുള്ള ദൈവകൃപയും അഭിഷേകവും നിന്റെ മക്കളുടെ പകർന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശുശ്രൂഷയിൽ കടന്നു വരുന്ന സുഖ ദുഃഖ സമ്മിശ്ര അനുഭവങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവൊരുക്കിയ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ 4 വർഷം ദൈവസഭയ്ക്ക് വേണ്ടുന്ന ആലോചനകളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയമനത്തിലും അറിയിക്കുവാനും ദൈവസഭയ്ക്ക് ആത്മീയമായ അനുഗ്രഹവും ഉയർച്ചയായി തീരുവാനും സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. വേണ്ടുന്ന കൃപകൾ നിന്റെ മക്കളുടെ മേൽ പകർന്ന് കഴിഞ്ഞ 4 വർഷം നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ദൈവസഭയിൽ കൂടി ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൈത്താങ്ങലിനും നന്മകൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുറകോട്ടിറങ്ങി ചിന്തിക്കുമ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്, ക്രിസ്തുയേശുവിൽ ജയമെന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് പകർന്നിരിക്കുന്ന ശുശ്രൂഷകൾക്കായി നന്ദി. തുടർന്നും കർത്താവ് ദൈവം നിയോഗാൽ ദൈവം അയക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി നിന്ന് ശക്തമായ ശുശ്രൂഷ ചെയ്ത് ദൈവസഭയ്ക്ക് കടന്നു ചെല്ലുന്ന മണ്ഡലത്തിൽ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. ധനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെ ഓർക്കുന്ന കർത്താവ്, 3 കുഞ്ഞുങ്ങളും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ സർവശക്തനായി ദൈവം സഹായിക്കും. സഭയായി, ഈ സഭ കമ്മിറ്റിയായി, ദൈവദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവദാസനെ കുടുംബമായും തൻ്റെ ശിക്ഷ മണ്ഡലത്തെയും തലമുറകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വിനമകളും കടമേൽ ചൊരിഞ്ഞ് ശ്രേഷ്ഠതയോടെ നയിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.